ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങൾ എല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് റൂം ടൂർ ആണ്. അപ്പോൾ ഞാനിത് ചെയ്യണതിന് മുന്നേ ആയിട്ട് ഒരു ഡിസ്ക്ലെയിമർ പോലെ ഞാൻ പറയാണ്, ഞാൻ ഈ വീഡിയോ ചെയ്യാതെ ഇത്രയും നാൾ മാറി മാറി വെച്ച് എനിക്ക് നിറയെ ചീത്ത വിളികളായിരുന്നു താഴെ കമന്റ് സെക്ഷനിൽ. ആദ്യം പറഞ്ഞൊരു വീഡിയോ ചെയ്യാൻ, എന്നിട്ട് അടുത്ത വീഡിയോനെ കുറിച്ച് ആലോചിക്കാന്നൊക്കെ പറഞ്ഞ്. ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണ അത്രയും നല്ല അടിപൊളി റൂമാണെന്നൊന്നും എനിക്കറിയില്ല. ഇതൊരു നോർമൽ, എല്ലാവരുടെ വീട്ടിലെ പോലെ നോർമൽ ആയിട്ടുള്ള ഒരു റൂമാണ്. ഒരുപാട് ഡെക്കറേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല, പക്കാ നോർമൽ ആയിട്ടുള്ളതാണ്. നിങ്ങൾ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇനോട്ട് ലേറ്റ് ആകണ്ട, വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കമോൺ. അപ്പൊ മീനാക്ഷിയാണ് കേട്ടോ ഇന്ന് നമ്മുടെ വായി വെക്കാതെ പോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്യാമറമാൻ വന്നിട്ട് മീനാക്ഷിയാണ്, അമ്മൂസ് ബാക്കിലുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എന്റെ റൂമിലോട്ട് കമോൺ. ഈ സൈഡിൽ നിന്ന് മൂലൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ്. ഒരു ചെടി ഞാൻ റീസെന്റ് വാങ്ങിയിട്ടാണ്. റീസെന്റ് എന്ന് പറഞ്ഞൊരു മാസം, 1.5 മാസമായിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കസേര ഉണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ ഈ മുറിയിൽ ഒരു പ്രത്യേകത ഞാൻ പറയട്ടെ. ഈ മുറി നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാം കൂടി ഒത്ത് പോവില്ലായിരിക്കും, എല്ലാം പല ബന്ധമില്ലാത്ത രീതിയിലായിരിക്കും ഇരിക്കണം. എന്താന്ന് വെച്ചാൽ ഞാൻ ഓരോരോ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇപ്പൊ ബെഡ് ഇത്ര ഭാഗം ഇരിക്കുന്നതാണെങ്കിൽ അത്ര ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര ബാക്ക്ഗ്രൗണ്ട് നല്ല രസമായിട്ടുള്ളത്. പിന്നെ ഇവിടെ ആണെങ്കിലും ഇതൊരു സെറ്റ് ആയിട്ടുള്ളത്. പിന്നെ ഇവിടെ അടുത്ത വേറെ സെറ്റ് ആയിട്ടുള്ളത്. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്തേക്കണേ. അതിൽ ഇരുന്ന് സംസാരിക്കുന്ന വീഡിയോസ് ഒക്കെ ഇല്ലേ, അങ്ങനത്തെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ ഓർത്തിട്ടാണ് ഇതിവിടെ വെച്ചത്. അപ്പൊ ഇതിന്റെ മേലെ നമുക്ക് എന്തെങ്കിലും ഫ്ലവർ എന്തെങ്കിലും ഇങ്ങനെ മറ്റേ ഒരു കൂട പോലത്തെ ഒക്കെ തുണി കിട്ടത്തില്ലേ, ആ സംഭവം ഇങ്ങനെ വിരിച്ചിട്ടിട്ട്. അപ്പൊ ഇത് ചെയറാണെന്ന് അറിയില്ല. അതായത് ഇത് 500 രൂപ മറ്റുള്ളൂ കേട്ടോ ഈ ചെയറിന്. ഒരു സാധാരണ ഒരു കസേരയാണ്. അപ്പൊ അതില് അങ്ങനെ വിരിച്ചിട്ട് ഷൂട്ട് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ മൂലയിൽ ഇത്രയും സംഭവങ്ങൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതെന്തെങ്കിലും മറ്റേ കുട്ടി ബൾബ് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്, ഇട്ടിട്ടില്ല. ഷൂട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യാന്ന് ഓർത്തു. പിന്നെ ഇങ്ങോട്ട് കാണിക്കുമ്പോൾ പിന്നെ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്റെ മേക്കപ്പ് സ്റ്റോറേജ് ആണ്. ഇതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണം. ഞാൻ കാർട്ടിൽ മേലെ കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നിങ്ങൾക്ക് അതിൽ നോക്കിയാലും മനസ്സിലാവും. പിന്നെ അടുത്തത്, അപ്പൊ ഇനി ഞാൻ ഈ ഇരിക്കണത്, ഇത് നിങ്ങൾ എല്ലാവരും കണ്ട് നല്ല പരിചയമുള്ള സ്ഥലമായിരിക്കും. നമ്മൾ സ്ഥിരം ഷൂട്ട് ചെയ്യണ സ്ഥലമാണ്. ഇതെന്റെ റിംഗ് ലൈറ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യണമെന്നുള്ളത് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യട്ടെ. അത് ഈ സ്റ്റാർട്ടിങ് യൂട്യൂബേഴ്സ് കുറെ പേര് പറയുന്നുണ്ട് എങ്ങനെയാണെന്ന് പറയണത്. അപ്പൊ അത് അങ്ങനെ ഷൂട്ട് ചെയ്യാം. ഇവിടെ ഈ സൈഡിലായിട്ട് ഒരു ചെറിയൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഉണ്ട്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇതിൽ ഞാൻ ഫെയറി ലൈറ്റ്സ് ഇങ്ങനെ ചുറ്റി കൊടുത്തേക്കാം. അപ്പൊ ഒരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടാവാനായിട്ട്. പിന്നെ ഇതെന്റെ സ്റ്റാൻഡ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഇതിന്റെ മേലെ ഞാൻ ലാപ്ടോപ്പ് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലോട്ട് വീഡിയോ, ഇത് ക്യാമറ വയ്ക്കുമ്പോൾ കണക്ട് ചെയ്യുമ്പോൾ എന്റെ ഫേസ് തന്നെ എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ റിംഗ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇതെന്റെ റിംഗ് ലൈറ്റ്. ഇത് ഞാൻ ഓണാക്കി വെച്ചിട്ടാണ് ഈ ഭാഗത്തിരുന്ന് ഷൂട്ട് ചെയ്യാം. പിന്നെ ഇവിടെ കാണിച്ചപ്പോ പിന്നെ ഞാൻ ഈ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു മാറ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ ഒരു മൂല ഇതിന് വേണ്ടി ഒരു സ്റ്റുഡിയോ പോലെ ആക്കി എടുത്താട്ടോ, ചെറുതായിട്ട് ഇങ്ങനെ. ഇതൊക്കെ ഒരു മാറ്റാണ്. ഇത് ഞാൻ നോർമൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാട്ടോ. ഇവിടെ പാലാരിവട്ടത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ ഇത് ഫുൾ എനിക്ക് വീഡിയോക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. ഇതിപ്പോ ഇച്ചിരിയെങ്കിലും മെനയായിട്ട് ഇരിപ്പുണ്ടാവും. മൊത്തത്തിൽ ആകെ അലങ്കോലായിട്ടാണ് സാധാരണ ഇരിക്കാറ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ അത്ര ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല. എല്ലാം അടുക്കി ഒതുക്കി വയ്ക്കുന്ന ഒരാളല്ല. ഞാൻ ഫുൾ ആകെ മെസ്സി ആയിട്ട് അലമ്പായിട്ട് ഇടുന്ന ഒരു സ്വഭാവമാണ് എനിക്കുള്ളത്. എനിക്കിങ്ങനെ മുറി ഇങ്ങനെ കുറച്ചിങ്ങനെ അലമ്പായിട്ട് കിടക്കുമ്പോഴാണ് എനിക്കൊരു എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അത് ചിലവരുടെ ക്യാരക്ടർ അങ്ങനെയല്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നണമെങ്കിൽ ഇപ്പൊ ഞാൻ പഠിക്കുന്ന ടൈമിലാണെങ്കിലൊക്കെ ബുക്കിൽ, ടെക്സ്റ്റ് ബുക്കിൽ ചിലവരിങ്ങനെ ഒരു വര പോലും ഇടത്തില്ല. പക്ഷെ എന്റെ ടെക്സ്റ്റ് ബുക്ക് കാണാം, വരച്ച് കുറിച്ച് ഫുള്ള് ഞാൻ വരയിട്ട് അമ്മൂസോട് കൈ വെക്കണം. ഞങ്ങളൊക്കെ ഒരേ ഇതാണ്, ഇങ്ങനെ വരയിട്ട് അങ്ങനെ കണ്ടാലേ പഠിക്കാൻ തോന്നുള്ളൂ. അപ്പൊ അതുപോലെ എനിക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ഞാൻ ഇരിക്കുന്ന സ്ഥലം ഞാൻ എടുക്കാൻ പറ്റുന്ന ദൂരത്തിൽ എല്ലാം ഇരിക്കണം. അതായത് അടുത്തടുത്ത് എനിക്കറിയാം ഇതൊക്കെ എവിടെ ഇരിക്കണേന്ന്. എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കണം ഞാൻ പറയണമെന്നാണ്. അപ്പൊ അങ്ങനെ കുറച്ച് അലങ്കോലായിട്ട് ഇടുന്ന ഒരു ക്യാരക്ടർ, ഒരു സ്വഭാവം ഉള്ളതാണ്. അങ്ങനെ അടുക്കി ഒതുക്കി വെക്കാറില്ല. ഇപ്പൊ ഇത് പിന്നെ ഇച്ചിരി മെനയായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും
പിന്നെ നിങ്ങൾക്ക് ഈ സൈഡിൽ ഫുൾ വയറുകളായിരിക്കും. എന്തിനാന്ന് വെച്ചാൽ ലാപ്ടോപ്പ് കുത്താനായിട്ടുള്ളതും അതുപോലെ ഇവിടെയും കാണായിരിക്കും. ഇതൊക്കെ വയറുകളാണ്. അത് ഈ നെറ്റ് കണക്ഷൻ്റെ വയറ്, അതുപോലെ ചാർജർ. എനിക്കിവിടെ കുറേ വയറുകളുടെ ആവശ്യമുണ്ട്. അപ്പോൾ ആ സംഭവങ്ങളെല്ലാത്തിൻ്റെയും വയേഴ്സാണ് ഈ സൈഡിൽ ഫുള്ള് കൊടുത്തേക്കണേ. ഈ ലൈറ്റ് കത്തിക്കാനും ചാർജറിൻ്റെയും ഇതിൻ്റെയും ഒക്കെ ഈ സൈഡിലാണുള്ളത്. അപ്പോൾ അത് ഞാൻ ഹൈഡ് ചെയ്തില്ല, നിങ്ങൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് മാറ്റി ഒതുക്കി വെക്കാൻ. ഇങ്ങനെയാണ് സാധാരണ രീതിയിലും ചുരുണ്ടുപുളഞ്ചൊക്കെയാണ് കിടക്കാറ്. അപ്പോൾ ഞാനത് അത്ര വലിയ പ്രശ്നമായിട്ട് എടുക്കാറില്ല, കാരണം ആ ഭാഗം കാണുന്നില്ലല്ലോ, നിങ്ങൾക്ക് ഇത്രേ കാണുള്ളൂ. അപ്പോൾ അത് ഞാനങ്ങനെ വലിയ പ്രശ്നമായിട്ട് എടുക്കാറില്ല. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഞാൻ അടുത്ത കാര്യം പറഞ്ഞതിന് മുന്നേ ആയിട്ട് എൻ്റെ ഇന്നത്തെ ഡ്രസ്സ് പറയാം. ഈ ഡ്രസ്സ് വന്നിട്ട് എനിക്കൊരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിൽ നിന്ന് ഒരു കുട്ടി സെൻഡ് ചെയ്ത് തന്നെയാണ്. അതിന്റെ ഡീറ്റെയിൽസ്, പേരും അതുപോലെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ഈ ഡ്രസ്സ് നമുക്ക് മിന്ത്രയിലൊക്കെ കിട്ടുന്ന പോലത്തെ ഡ്രസ്സാണ് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആണ്. ഒരു ഫ്രോക്ക് മാതിരി, സൈഡ് സ്ലിറ്റ് ഇല്ല കണ്ടോ, സൈഡ് സ്ലിറ്റ് ഇല്ലാതെ ഫ്രോക്ക് മാതിരിയാണ്. ഇത് ഒരു പോളിസ്റ്റർ മെറ്റീരിയൽ ആണ് കേട്ടോ. മെറ്റീരിയൽ പോളിസ്റ്റർ ആണ്. പിന്നെ മേലെ വർക്ക് വന്നിട്ട് താഴത്തോട്ട് പ്ലെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ പ്രശ്നമല്ല, എന്റെ പ്രശ്നമാണ്. എന്റെ ബോഡി ടൈപ്പ് വെച്ചിട്ട് എനിക്ക് ഷോർട്ട് നെക്ക് മാത്രമാണ് പറ്റുള്ളൂ. ഒരു ഇച്ചിരി പോലും എനിക്ക് നെക്ക് താഴത്തോട്ട് ഇറക്കാൻ പറ്റില്ല. മേലെ ബോർഡ് നെക്ക് ഒക്കെയാണ് എനിക്ക് പറ്റുള്ളൂ. അതെന്റെ ബോഡി ടൈപ്പിന്റെ പ്രത്യേകത. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഷോർട്ട് നെക്കാണ് എനിക്ക് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് നെക്ക് കുറച്ച് പ്രശ്നമായിട്ടുണ്ട്. ബാക്കിയൊക്കെ കൊണ്ട് നല്ല കംഫർട്ടാണ് കേട്ടോ. ഇത് എക്സ്ട്രാ സ്മോൾ സൈസിലുള്ളതാണ്. പിന്നെ ഈ സൈഡിൽ കർട്ടൻ വന്നിട്ട് ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള കർട്ടനാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഈ മുറിക്ക് അങ്ങനെ വലിയ കളർ കോമ്പിനേഷൻ ഒന്നും ഇല്ല കേട്ടോ. ഞാൻ വാങ്ങി വന്നപ്പോൾ എനിക്കോട് ഇച്ചിരി പിങ്ക് മയമായി പോയിട്ടുണ്ട് മുറി. ഇത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് വാങ്ങിയതല്ല. ഇതിപ്പോ വൈറ്റും ഈ ഒരു പിങ്കും മിക്സ് ചെയ്തിട്ടുള്ള കളറാണ് ഞാൻ ഇട്ടേക്കണത്. എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഈ ലൈറ്റ് കളേഴ്സിനും എനിക്ക് തോന്നിയിട്ടുള്ളത് കുറെ കൂടി ഇങ്ങനെ റൂം ഒന്ന് ബ്രൈറ്റർ അപ്പ് ചെയ്യിപ്പിക്കും. ആ ഒരു വൈറ്റ് കളർ റിഫ്ലക്ട് ചെയ്ത് കുറച്ചുകൂടി വെളിച്ചം തോന്നിപ്പിക്കും. ഇതിനകത്ത് വെളിച്ചം തോന്നിപ്പിക്കും. അതുപോലെ ഒത്തിരി സ്പേസ് ഉള്ള പോലെ ഫീൽ ചെയ്യിപ്പിക്കും. പിന്നെ എനിക്ക് ഈ മൂലയിൽ ഒരു കുഞ്ഞ് സ്റ്റൂള് ഞാൻ വെച്ചിട്ടുണ്ട്. വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല, സാധാരണ ഒരു സ്റ്റൂളാണ് വെച്ചേക്കുന്നത്. എന്തിനാന്ന് വെച്ചാൽ എനിക്ക് ഫോൺ വെക്കാനും വെള്ളം വെക്കാനൊക്കെ. പിന്നെ AC-യുടെ റിമോട്ട് ഞാൻ ഈ റീസെന്റ് AC വാങ്ങിയിട്ടോ. കഴിഞ്ഞ നമ്മുടെ Q&A വീഡിയോയിൽ ഭയങ്കര ചൂടെടുത്തിരുന്നിരിക്കല്ലേ. ഭയങ്കര ചൂടാണ് മേളിലത്തെ ഫ്ലോറിൽ. അതുകൊണ്ട് രാത്രി ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പുതിയ AC വാങ്ങിയിട്ടുണ്ട്. യെസ്, ഞാൻ തന്നെ മേടിച്ച, ഞാൻ അധ്വാനിച്ച് മേടിച്ച AC-യാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ AC മേടിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ റിമോട്ടും ഇവിടെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്, കുട്ടി ഒരു സ്റ്റൂളില്. പിന്നെ ഞാൻ എന്റെ ബെഡ് ഇട്ടേക്കണത് ഈ ഒരു സൈഡില് ചേർത്തിട്ടാണ് ബെഡ് ഇട്ടേക്കണത്. ആക്ച്വലി മുറിക്ക് കാണാൻ ഭംഗി ഇങ്ങനെ നടുക്കിടുമ്പോഴാണ്, ഞാൻ ഇങ്ങനെ ഇട്ട് നോക്കിയായിരുന്നു, നടുക്കിടുമ്പോഴാണ് ഈ മുറി കാണാനായിട്ട് ഭംഗിയുള്ളത്. പക്ഷെ അപ്പൊ മുറി ഭയങ്കര കുഞ്ഞിതായിട്ട് കൺജസ്റ്റഡ് ആയിട്ട് പോണ്. മാത്രല്ല എനിക്ക് ഈ ഒരു മൂല വേണം, അതായത് ഈ ഒരു ഭിത്തി എനിക്ക് ഉറങ്ങുമ്പോ സൈഡിൽ എനിക്ക് കാല് ഭിത്തിയിൽ വെക്കണം. അതങ്ങനെ ഒരു ശീലമായിപ്പോയി. അതുകൊണ്ട് എനിക്ക് ഭിത്തി ഇല്ലെങ്കിൽ എനിക്ക് രാത്രി ഉറക്കം വരത്തില്ല. പിന്നെ ഇപ്പൊ നമ്മൾ പുതിയ വീട്ടിലോട്ട് വന്നേക്കണോണ്ട് ചെറിയ പേടിയുണ്ട്. ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കുമ്പോഴേക്കും ചെറിയ തോതിൽ പേടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡിൽ ഒന്നും ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു മനസ്സിലെന്തോ ഒരു സംഭവം ഫീൽ ചെയ്യണോണ്ട് ഞാൻ ഈ മൂലയിലിട്ട്. ഭംഗി കുറഞ്ഞാലും സാരില്ല, കിടന്നുറങ്ങണമല്ലോ എന്ന് ഓർത്തിട്ട് ഈ മൂലയിലിട്ട്. അപ്പൊ എനിക്ക് ആ ഭിത്തിയിൽ ചേർന്നിട്ട് ഞാൻ എന്റെ ഈ കുഞ്ഞ് പില്ലോ ഇല്ലേ, ഈ സാധനം ഞാൻ ഈ ഹോസ്റ്റലിലൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എല്ലായിടത്തും വെച്ചിട്ട് ഈ സാധനം കൊണ്ടുപോകും. അതിന്റെ അത്രയും വീക്ക്നെസ് ആണ്. അപ്പൊ ഇത് ഞാൻ ഈ സൈഡിലും വയ്ക്കും, ആ മൂലയില് ഒരു ബാരിയർ പോലെ എന്റെ കാലം വയ്ക്കും. അപ്പൊ അങ്ങനെയാണ് ഞാൻ രാത്രി കിടന്നുറങ്ങോളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മൂലയിലാണ് എന്റെ ബെഡ് സെറ്റ് ചെയ്തേക്കണം. പിന്നെ ഈ ബെഡ് അത്ര വലിയ ഡെക്കറേഷൻ ഒന്നുള്ള ബെഡല്ല, നോർമൽ ആയിട്ടുള്ള ബെഡാണ്. പിന്നെ ഈ ബെഡ്ഷീറ്റിനെ പറ്റിയിട്ട് എനിക്ക് കുറെ ചീത്തകൾ കേൾക്കാറുണ്ട്. ബെഡ്ഷീറ്റ് മാറ്റാറില്ലേ എന്നൊക്കെ ചോദിച്ച് ഞാൻ ആഴ്ചയിൽ ഒരു തവണ മാറ്റാറുണ്ട്. എനിക്കൊരു സാധനം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാനൊരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ വരെ എനിക്കൊരു സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എനിക്ക് അത് തന്നെയായിരിക്കും അടുത്തത്. അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം വന്നെങ്കിൽ ഞാനത് മാറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ബെഡ്ഷീറ്റ് ആണെങ്കിൽ എനിക്ക് കംഫർട്ടബിൾ ആണ് ബെഡിൽ കിടക്കുമ്പോൾ. ഈ ബെഡ്ഷീറ്റ് അത്രയും ഒരു സുഖമുണ്ട് കിടക്കുമ്പോഴേക്കും. എനിക്ക് ഓൾറെഡി ഭയങ്കര ചൂടാ. അപ്പൊ നമ്മളങ്ങനെ ചൂടുള്ള ബെഡ്ഷീറ്റ് വിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ കംഫർട്ട് അല്ലേ കൂടുതൽ, ഭംഗിനെക്കാട്ടിലും കംഫർട്ട് നോക്കണോണ്ട് ഞാൻ ഈ ബെഡ്ഷീറ്റാണ് വിരിച്ചേക്കണേ. അതിന്റെ തന്നെ പുതപ്പുണ്ട്, പിന്നെ പില്ലോയും അതും. പിന്നെ ആ സൈഡില് 2 സ്വിച്ച് ഞാൻ റീസെന്റ് ഫിറ്റ് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. ഇവിടെ സ്വിച്ച് കുറവായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിനുവേണ്ടി റീസെന്റ് ഞാൻ ഫിറ്റ് ചെയ്യിപ്പിച്ചതാണ്. പിന്നെ എന്താ ഇവിടെ, പിന്നെ എന്റെ ഈ സൈഡിലായിട്ട് ഇവിടെ ഞാൻ എന്റെ ചെരുപ്പൊക്കെ എടുത്ത് വെക്കാനായിട്ടുള്ള ഒരു ചെറിയ സ്റ്റാൻഡ്. ഇതും ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. എന്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതിവിടെ ഉണ്ട്. ഇതെന്റെ ചെരുപ്പുകളൊക്കെ ഞാൻ ഇങ്ങനെ വെച്ചേക്കും, അല്ല വെളിയിൽ വെക്കാറില്ല. എനിക്ക് എല്ലാ സാധനങ്ങളും എന്റെ മുറിയിൽ തന്നെ വേണം. അപ്പൊ അതുകൊണ്ടൊക്കെ എന്റെ
എല്ലാ സാധനങ്ങളും ഞാൻ എന്റെ മുറിയിൽ തന്നെ വെക്കുള്ളൂ. ഒന്നും ഞാൻ വെളിയിൽ വെക്കത്തില്ല. എനിക്ക് എല്ലാം എന്റെ എല്ലാ സാധനവും എന്റെ അടുത്ത് തന്നെ വേണം. ഇനി അങ്ങനെ ഒരു കൊണ്ട് ഞാൻ എല്ലാം ഇവിടെ വെക്കുള്ളൂ. അത് വേറെ ഒരാൾ തുടർന്നത് എനിക്ക് ഇഷ്ടമല്ല. മീനാക്ഷി എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ എടുത്ത് വെച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ആ സാധനങ്ങൾ അവിടെ തന്നെ ഉണ്ടാവണം. ഞാൻ എവിടെ വെച്ചു എല്ലാം മെസ്സിയായിട്ടൊക്കെ ഇരുന്നോട്ടെ, പക്ഷെങ്കിൽ എന്റെ സാധനങ്ങൾ ഈ മുറിക്കകത്ത് തന്നെ ഉണ്ടാവണം. വെളിയിൽ എവിടെയൊന്നും കിടക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാം ഞാൻ ഇതിനകത്ത് തന്നെ വെക്കുള്ളൂ. അപ്പൊ ഈ എന്റെ സ്റ്റാൻഡ് ഇവിടെ ഉണ്ട്. ഇത് പിന്നെ മീനാക്ഷി സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇവിടെ വേറെ ഉണ്ടായിരുന്നു, പക്ഷെ അത് പൊളിഞ്ഞു പോകുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ എന്റെ ഭിത്തിയില് ഒരുപാട് ഡെക്കറേഷൻ ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ. ഞാൻ കുറെ യൂട്യൂബേഴ്സിന്റെ കണ്ടു, പക്ഷെ ഞാൻ അതുപോലെ റൂം ആക്കണം എന്ന് വിചാരിച്ച്, പക്ഷെ എങ്കിലും പറ്റിയില്ല. അതുകൊണ്ട് ഒരുപാട് ഡെക്കറേറ്റിംഗ് ഐറ്റംസ് ഭിത്തിയിലൊന്നും കോട്ട്സോ കാര്യങ്ങളോ ഒന്നും ഭിത്തിമേലില്ല. അതിനി പറ്റുകയാണെങ്കിൽ ഞാൻ ഒട്ടിച്ച് വെക്കാം. നല്ലതാണ്. നമുക്ക് ഇങ്ങനെ കോട്ട്സ് ഒക്കെ വെക്കുമ്പോൾ ഒരു എനർജി കിട്ടും ഭിത്തിമേലൊക്കെ ഒട്ടിച്ച് വെച്ചാല്. പിന്നെ ലൈറ്റിംഗ് കാര്യങ്ങളൊന്നും ഭിത്തിമേല് വെച്ചിട്ടില്ല. സാധാരണ ഒരു മുറിയാണ്, അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ഇതിനകത്ത് ചെയ്തിട്ടില്ല. അപ്പൊ ഇത് ഓൾമോസ്റ്റ് ഫിറ്റ് ചെയ്ത് വെച്ചാണ്. ഇത് നമ്മുടെ മാലയാണ്. അത് രണ്ടും കൂടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഈ സൈഡിലായിട്ട് എന്റെ അലമാരി ഉണ്ട്. ഇതിനകത്ത് ഞാൻ എന്റെ ഡ്രസ്സും എല്ലാ സംഭവങ്ങളും വെച്ചേക്കണത് ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിക്കുന്നില്ല. കുത്തി നരുക്കി വെച്ചേക്കണേന്ന് ഒന്നും കാണിക്കുന്നില്ല. ഇത് ഒതുക്കി വെക്കുവാണെങ്കിൽ ഞാൻ കാണിക്കാം. അപ്പൊ ഇത് അടച്ചു കൂട്ടി വെച്ചേക്കാണ്. പിന്നെ ഇത് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കീ ചെയിൻ. അപ്പൊ ഞാൻ ഇതിങ്ങനെ വെച്ചിരിക്കുകയാണ്. ക്യൂട്ടി. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഇതെന്റെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ പോലെ ഇത് ഞാൻ പറഞ്ഞ് പണിയിപ്പിച്ചെടുത്തതാണ് കേട്ടോ. ഇതെനിക്ക് കണ്ണാടി ഉണ്ടായിരുന്നില്ല ഈ മുറിയിൽ. അപ്പൊ അതുകൊണ്ട് കണ്ണാടിക്ക് വേണ്ടിയിട്ട് പിന്നെ സ്റ്റോറേജും നമുക്ക് ഒത്തിരി സാധനങ്ങൾ ഉള്ളതുകൊണ്ട് അതെല്ലാം കൂടി വെക്കാനായിട്ട് വെച്ചതാണ്. കാണിക്കാമോ? ഈ സൈഡില് മിറർ ഉണ്ട്. പിന്നെ ഇവിടെ 1 2 3 ഇങ്ങനത്തെ തുറന്നിട്ടുള്ള സാധനങ്ങൾ വെക്കാനുള്ള സ്ഥലം, ഷെൽഫ് ഉണ്ട്. പിന്നെ ഇത് 3 ഇങ്ങനത്തെ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യണ ഷെൽഫ് ഉണ്ട്. ഇനി അടുത്ത് ഞാൻ ഈ ഷെൽഫിനകത്ത് എന്താ ഉള്ളതെന്ന് പറയാം. ഈ മേളിലത്തെ ഷെൽഫിൽ ഞാൻ കുറച്ച് എനിക്ക് എടുക്കാൻ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് വെച്ചേക്കണേ. ഇത് വന്നിട്ട് ഒരു ഡിയോഡ്രൻ്റ് ആണ്. ഇതും ഒരു പെർഫ്യൂമാണ്. ഇത് ഞാൻ എടുക്കാറില്ല. ഇത് അമ്മൂസാണ്. ഇത് ഭയങ്കര അടിച്ചു കയറുന്ന സ്മെല്ല്. ഇത് എന്തിൻ്റെ ആണെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്തിൻ്റെയാണെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഇത് അമ്മൂസ് ഇടാറുണ്ട്. ഇത് പിന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. ഇത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത്. പിന്നെ വന്നിട്ട് ഈ ഒരു അലോവേറ ജെല്ലി ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഇട്ട് തുടങ്ങിയതാണ്. VLCCയുടെ. ദയവ് ചെയ്തത് ആരും മേടിക്കരുത്. പന്ന സാധനം എന്ന് പറഞ്ഞാൽ അത്രയും പന്ന സാധനമാണത്. ഇതെങ്ങനെ അലോവേറ ജെല്ലായിട്ട് ഇവർക്ക് ഇറക്കാൻ പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കണേ. ഇതിന് ഹമാം സോപ്പില്ലേ, ഹമാം സോപ്പിൻ്റെ സ്മെല്ലും ഞാനിത് കണ്ണിൻ്റെ അടിയിൽ എനിക്ക് സ്ട്രെസ് ഇച്ചിരി കൂടുതലാണ് കേട്ടോ. അത് ഇങ്ങനെ വീഡിയോസ് എടുക്കുമ്പോൾ എന്തെടുക്കണം, ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടേ ഓർത്തിട്ട് ഭയങ്കര തലയ്ക്ക് ഇങ്ങനെ ഒരു സ്ട്രെസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ണിന് ചുറ്റും അലോവേറ ഇട്ടിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ റീസെൻ്റ്ലി വാവിൻ്റെ തീർന്നപ്പോൾ ഇത് ഞാൻ എടുത്തതാണ്. ഹമാമിൻ്റെ മണം എന്ന് പറഞ്ഞാൽ ആ കണ്ണ് പുകയണത് ഇട്ടിട്ട്. അതുകൊണ്ട് ഇത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ കളയണം എന്ന് ഓർത്തിട്ട് ഇരിക്കുകയാണ്. അത് ആരും മേടിക്കരുത്. ഞാൻ ഇന്നേ വരെ ഒരു പ്രോഡക്റ്റ് ഇത്രയും പൊട്ടയെന്ന് പറഞ്ഞിട്ടില്ല. അത് അത്രയും പൊട്ടയായിട്ടൊരു സാധനം. പിന്നെ അടുത്തത് ഈ താഴെ ഞാൻ എപ്പോഴും എടുക്കുന്ന സാധനമാണ്. ഇത് വന്നിട്ടൊരു മോയ്സ്ചറൈസറാണ് ഗുഡ് വൈബ്സിൻ്റെ ഹവാന മാംഗോ എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ മണം വന്നിട്ട് പേരക്കയുടെ മണമാണ്. പക്ഷേ എനിക്ക് സാധനം കൊള്ളാം. അതായത് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയൊരു പേരക്കയുടെ മണമുണ്ട്. പക്ഷേ ഇത് ഞാൻ കൂടുതൽ രാത്രിയിലാണ് കേട്ടോ ഇടാറ്. രാത്രിയിൽ ഇട്ട് കിടക്കാറുണ്ട്. പിന്നെ ഇത് ഞാൻ എപ്പോഴും എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്യണത് ഈ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐബ്രോ കിറ്റ് വെച്ചിട്ടാണ്. പിന്നെ ഇത് നിങ്ങൾ എൻ്റെ കണ്ടിട്ടുണ്ടാവും. എൻ്റെ മറ്റേ വാട്ട്സ് ഇൻ മൈ ബാഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് ഞാൻ എപ്പോഴും വയ്ക്കും. ഇതെൻ്റെ കയ്യിൽ വന്നതിന് ശേഷം എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് പൈസയ്ക്ക് ഒരു കുറവും വന്നിട്ടില്ല. അത്ര ഐശ്വര്യമുള്ളൊരു കുട്ടനാണിത്. കുറേ തവണ എൻ്റെ കയ്യിൽ നിലത്ത് വീണിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാനത് കളയത്തില്ല. പിന്നെ ഈ സൈഡിൽ വന്നിട്ട് വെറ്റ് വൈപ്സ് ഉണ്ട്. ഇത് മീമി എന്ന് പറഞ്ഞിട്ടുള്ള വെറ്റ് വൈപ്സ്. പിന്നെ ഇത് വാവിൻ്റെ ചാർക്കോൾ മാസ്ക്. ഇത് ഞാൻ എപ്പോഴും ഇടാറുണ്ട്. പിന്നെ ഒരു ടിക് ടാക്ക് ഉണ്ട്. പിന്നെ ഈ കോമ്പിൻ്റെ കളർ കണ്ട് ഞെട്ടേണ്ടത് ഞാൻ ഓയിൽ ഇട്ടിട്ട് ഹെയർ കോമ്പിയാണ് യൂസ് ചെയ്യണം കേട്ടോ. പിന്നെ എൻ്റെ ചീപ്പ് അതുപോലത്തെ സംഭവങ്ങൾ. പിന്നെ ഇതിനകത്ത് ഞാൻ എപ്പോഴും അത്യാവശ്യമായിട്ട് എടുക്കാറുള്ളത് എൻ്റെ മെയ്ബിലിൻ്റെ സൂപ്പർ സ്റ്റേ ഫൗണ്ടേഷൻ ഉണ്ട്. ട്രാൻസ്ലൂസൻറ്റ് പൗഡർ, 2 സ്പഞ്ച്, അത് കഴുകിയിട്ടില്ല. പിന്നെ ഇതിനകത്ത് മസ്കാര, ബ്രഷ് അത്യാവശ്യം വേണ്ട, ഒരുപാടൊന്നുമില്ല. ഇത് ഞാൻ എന്നും എടുക്കുന്നത്. പിന്നെ തരാവുന്ന മാജിക്കിൻ്റെ വിറ്റമിൻ സി ലൈറ്റ്നിങ് ജെൽ, അതെപ്പോഴൊന്നും ഇടാറില്ല കേട്ടോ, ഇടയ്ക്ക്. പിന്നെ ഇത് പാൻറ്റീൻ്റെ ഓയിൽ റീപ്ലേസ്മെൻറ്റ്, ഇത് ലാക്മിയുടെ ബോഡി ലോഷൻ. കുറച്ച് സാധനങ്ങൾ മാത്രം. ഇത് എപ്പോഴെപ്പോഴും നിന്നിട്ടാണ് ഞാൻ റെഡിയാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ എൻ്റെ ബാഗും കുറച്ച് സാധനങ്ങളൊക്കെ. പിന്നെ ഈ ഡ്രോയറിൽ ഹെയർ ഡ്രയറും സ്ട്രെയിറ്റ്നറും പിന്നെ കുറച്ച് ആവശ്യമില്ലാത്തല്ല കുറച്ച് സാധനങ്ങൾ. പിന്നെ ഇതിനകത്ത് എൻ്റെ പേഴ്സും. പിന്നെ ഇത് നമ്മൾ മറ്റേ ഫ്യൂജിയുടെ ഇതിന് പോയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ ഒരു പുതിയ ഹെഡ്സെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. JBLൻ്റെ ഹെഡ്സെറ്റ് നല്ലതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ സാധാരണ ഹെഡ്സെറ്റ് വാഴാത്തതാണ്, പക്ഷേ ഈ ഒരു ഹെഡ്സെറ്റ് മാത്രം കുറേ നാളായിട്ടുണ്ട്. പിന്നെ നമ്മൾ വയറുവേദന എടുക്കുമ്പോൾ വയ്ക്കുന്നത്. എൻ്റെ അമ്മയെ ശ്വാസം മുട്ടുന്നു. പിന്നെ ഇതിനകത്ത് കുറച്ച് പേപ്പറും ഗുളികയും കാര്യങ്ങളൊക്കെ.
അപ്പൊ ഈ സൈഡില് മിറർ ഉണ്ട്. ഇത് നമുക്ക് ഫുൾ ഫിഗർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെരുപ്പൊക്കെ ഇട്ട് മൊത്തത്തിൽ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നീണ്ടിട്ടുള്ള മിറർ വാങ്ങിച്ചത്. നിങ്ങൾ വീട്ടില് ഇങ്ങനെ ലോങ് ആയിട്ടുള്ള മിറർ വാങ്ങിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഫുൾ ഔട്ട്ഫിറ്റ് കാണാം. നമുക്ക് പകുതി വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഉണ്ടെന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. മീൻസ് കാണുമ്പോൾ കൊള്ളാമോ, നമ്മളെല്ലാം റെഡി ആയി പോണവരല്ലേ, അപ്പൊ കൊള്ളാമോ എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ലോങ് ആയിട്ടുള്ള മിറർ വേണം. പിന്നെ ഇവിടെ എന്റെ ബാത്റൂം ഉണ്ട്. ബാത്റൂം ഞാൻ കാണിക്കുന്നില്ല, നോർമൽ ആയിട്ടുള്ള ബാത്റൂമാണ്. ബാത്റൂമിനകത്താണ് എന്റെ ഹെയർ കെയർ സാധനങ്ങളൊക്കെ വെച്ചേക്കണ ബാത്റൂമിലാണ്, സ്ക്രബ് ഒക്കെ. അപ്പൊ അത് ഇവിടെ ബാത്റൂമിലുണ്ട്. പിന്നെന്താ, പിന്നെ ഇവിടെ എന്റെ ചാർജർ, ഈ മുറി മുഴുവൻ ചാർജർ ആയിരിക്കും വേണമെങ്കിൽ ഇട്ടിട്ടുണ്ട്. സോ അപ്പൊ ഇന്ന് ഇവിടെ നിങ്ങൾ കണ്ടതാണ് എന്റെ റൂം ടൂർ. വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. നിങ്ങൾ എക്സ്പെക്ട് ചെയ്തത്, നിങ്ങൾ ഒരുപാട് പേര് ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തിരിക്കും. ദിവസവും എനിക്ക് റൂം ടൂറിന്റെ റിക്വസ്റ്റ് വരുമായിരുന്നു. അപ്പൊ വലിയ അത്ര ഭംഗിയുള്ള, എന്താ പറയാ, ഭംഗിയില്ല എന്നല്ല, എനിക്കിത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഭംഗിനേക്കാളും കൂടുതൽ എനിക്ക് കംഫർട്ടബിൾ ആണ്, എനിക്ക് ഇഷ്ടമാണ്. ഇവിടെ ഇരുന്നാൽ നമുക്കൊരു ഇങ്ങനെ പുതിയ പുതിയ ഐഡിയാസ് വരും, പുതിയൊരു സമാധാനമൊക്കെ ഉണ്ട്. നമുക്കൊരു മുറി എന്ന് പറയുമ്പോൾ അതിൽ ഒരു പോസിറ്റിവിറ്റി വേണമല്ലോ. അപ്പൊ എനിക്ക് ഈ മുറിക്കകത്ത് നല്ല പോസിറ്റിവിറ്റി ഉണ്ട്. എനിക്കിഷ്ടമാണ് മുറി. അപ്പൊ ഇന്നത്തെ നമ്മുടെ റൂം ടൂർ ഇതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പിന്നെ ദയവ് ചെയ്ത് നെഗറ്റീവ് കമന്റ്സ് ഇടരുത്. വൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള നെഗറ്റീവ് കമന്റ്സ് ഇടരുത്. പറഞ്ഞു തരാം, പക്ഷെ ഭയങ്കര ചീത്ത വിളിക്കണ മാതിരിയുള്ളത് ഇടാതിരിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ റൂം ടൂർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്തിരി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വരെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്നും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും കൂടെ ഒന്ന് പറയാം. പിന്നെ എന്റെ സോഷ്യൽ മീഡിയാസിൽ കൂടെ ഫോളോ ചെയ്യാം. ഞാൻ എല്ലാ സോഷ്യൽ മീഡിയ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് നോക്കാം. അപ്പൊ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു യൂസ്ഫുൾ എന്റർടൈനിങ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു. എന്റെ മീനാക്ഷിയുടെ നമസ്തേ, ടാറ്റ പറ. ടാറ്റാ ടാറ്റാ.